വാട്സ്ആപ്പ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും സുഖമെന്ന് ചോദിക്കുന്നു ഗൈസ്. അങ്ങനെ കുറെ നാളുകൾ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1 year ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്താണ്. കുറെ നാളെ എനിക്കൊന്നും ഒരു മാറ്റം അനിവാര്യമാണ്. കുറെ നാളായിട്ട് ഇങ്ങനെ റൂമിലായി അപ്പം അതൊന്ന് പിന്നെ അതുപോരാത്തതിന് പിന്നെ കുറെ നാളായിട്ട് അരച്ചിലും അതും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഞങ്ങൾ നൈസായിട്ടൊരു ഇന്റർനാഷണൽ ട്രിപ്പാണ്. അതായത് ഇവിടെ ഒന്നും അടുത്തൊന്നുമല്ല, ഇവിടെ അടുത്തൊരു കൺട്രിയാണ്, ഒരു യൂറോപ്യൻ കൺട്രിയാണ്, അൽബേനിയ എന്ന് പറയും. അപ്പം നമുക്ക് അവിടെ വിസ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഓൺ അറൈവൽ വിസയാണ്. അപ്പൊ നൈസായിട്ട് അവിടെ പോവാണ് ഞങ്ങള്. അപ്പൊ നാളെ രാവിലെയാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാം പാക്കിങ്ങും പരിപാടിയൊക്കെ ഞങ്ങൾ ഇപ്പൊ ഓൾമോസ്റ്റ് റെഡി. വിസ അല്ല, ഓൺ അറൈവൽ വിസ ഒന്നും ഇല്ല, ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ BRP മാത്രം കാണിച്ചാൽ മതി. നമുക്ക് അവിടെ ചെലവ് എൻട്രി എല്ലാം ഫ്രീ ആണ്. അപ്പൊ അവിടെ ചെന്നിട്ട് നോക്കാം. സ്റ്റാമ്പിങ് പോലും ഇല്ലെന്നാ പറയുന്നത്. ജസ്റ്റ് നമ്മള് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് പോലും ചെയ്യത്തില്ല. പക്ഷെ നൈസ് ഒരു കൺട്രിയാണ്, ഭയങ്കര ചീപ്പായിട്ടുള്ള കൺട്രിയാണ്. ഇപ്പൊ ഞങ്ങൾ ആദ്യം ഇവിടുന്ന് സ്കോട്ട്ലാൻഡൊക്കെ പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ സ്കോട്ട്ലാൻഡിൽ പോകുന്നതിനേക്കാളും ചെലവ് കുറവാണ്. ഇവിടെ അടുത്ത് നമ്മൾ UK കറങ്ങുന്നതിനേക്കാളും ചെലവ് കുറവാണ് ഇവിടെ നമ്മൾ. അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ഇവിടെ തന്നെ ചൂസ് ചെയ്തു. അപ്പൊ നമ്മൾ അൽബേനിയ പോവാണ്. നാളെ രാവിലെ ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങും. വെളുപ്പിനെ നമ്മൾ ഇവിടെ ഇറങ്ങും അല്ലേ, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങും. നമുക്ക് 5:30-6 മണിയൊക്കെ 7 മണിയാകുമ്പോൾ നമുക്ക് ട്രെയിൻ ഉണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ട്രെയിന് നേരെ ലണ്ടനിൽ പോകും. അവിടുന്ന് ലണ്ടൻ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്ന് നേരെ അൽബേനിയ 3 hours ഫ്ലൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് രാവിലെ കാണാം. പീസ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ ഞങ്ങളാണെങ്കിലാണ് ഞങ്ങൾ 3 ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങളുടെ നോക്ക് ഞങ്ങൾ ഇറങ്ങി ഗൈസ്, റൂമിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇനിയിപ്പോ സെൻട്രൽ സ്റ്റേഷനിലാണുള്ളത്. ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ലണ്ടനിലോട്ട്. നേരത്തില്ല, സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ട്രെയിനിൽ നേരെ ലണ്ടൻ പോവാണ്. അവിടെ നിന്നാണ് നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നേ? അവിടെ പോകുന്നത് നമ്മള് അൽബേനിയ. അപ്പൊ ഗൈസ്, അപ്പൊ എല്ലാം സെറ്റ് ആണ്. സെൻട്രൽ സ്റ്റേഷൻ എത്തി ഗൈസ്. ഇതിന് നമുക്ക് ടിക്കറ്റ് നമുക്ക് കൺഫേം ചെയ്യണം. നമ്മൾ ഓൾറെഡി നമ്മുടെ ടിക്കറ്റ് ഉണ്ട്. നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യണം ഗൈസ്. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ടിക്കറ്റ് ഇപ്പം ഇതിനകത്തോടെ ഇപ്പം ഇറങ്ങി വരും എന്നാണ് പ്രതീക്ഷ. വടൽ സാധനം ടിക്കറ്റ് കിട്ടി ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ടിക്കറ്റ് ഇപ്പോൾ കൺഫേം ആയി. എന്താ ഒരു സന്തോഷമില്ലാത്ത കുഞ്ഞാ ഗൈസ്. ഞങ്ങളിപ്പോൾ ടിക്കറ്റൊക്കെ ഇപ്പോൾ കളക്ട് ചെയ്തു. ഇതാണ് സെൻട്രൽ സ്റ്റേഷൻ. ഇതാണ് സെൻട്രൽ സ്റ്റേഷൻ. കണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 3 നിന്നാണ് നമുക്ക് ട്രെയിൻ. ന്യൂകാസിൽ സെൻട്രൽ സ്റ്റേഷൻ ഇതാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ലണ്ടനിലോട്ടുള്ള മിക്ക ട്രെയിൻസും ട്രാവൽ ചെയ്യുന്നത്, ആൾക്കാരും ട്രാവൽ ചെയ്യുന്നത്. നമുക്ക് ഞങ്ങൾ നമ്മുടെ ട്രെയിനിൽ കയറി കോഫിയെല്ലാം കുടിച്ചിരിക്കുകയാണ്. തരുൺ പോയി കേട്ടോ. തരുൺ നമ്മളെ കൊണ്ടാക്കിയിട്ട് അവൻ പോയി, അവനങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ ലണ്ടനിലോട്ടുള്ള ട്രെയിനിൽ കയറിയിരിക്കുന്നത്. അപ്പം നമ്മുടെ സീറ്റ് ഇതാണ്, കുഴപ്പമില്ല. പക്ഷെ ചാരി ഇരിക്കാൻ പറ്റുന്ന 5 മണിക്കൂറിനകത്ത് ഇങ്ങനെ നേരെ ഇരുന്ന് 2 മണിക്കൂറുള്ളൂ ഓടി. 2 മണിക്കൂറുള്ളൂ കേട്ടോ. എന്തെങ്കിലും ട്രിപ്പിനെ പറ്റി ഇങ്ങോട്ട് ചോദിക്കും. ഫുൾ ഞാനാണ് ചെയ്തേക്കുന്നത്, A to Z. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഞാനാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ ട്രെയിനിൽ ഇവിടുന്ന് 2 ട്രെയിൻ കയറണം. ഇതിപ്പം ഞങ്ങൾ ന്യൂകാസിൽ നിന്നാണ് കയറിയത്. ന്യൂകാസിൽ ടു ലണ്ടൻ കിങ് ക്രോസിൽ കയറിയിട്ട് അവിടുന്ന് ട്യൂബ് എടുത്തിട്ട് ടൊട്ടൻ എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല. അവിടെ ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത ട്രെയിൻ എടുത്തിട്ട് സ്റ്റാൻസ്റ്റഡിൽ ഇറങ്ങണം. എന്നിട്ട് അവിടുന്ന് 4 മണിക്കാണ് ഫ്ലൈറ്റ്. 4 o'clock ഫ്ലൈറ്റ്. അവിടെ 8 o'clock എത്തും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ക്യാബ് എടുക്കണം. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് അതിൻ്റെ വിശേഷം കാണാം. ഇപ്പോൾ ആരെങ്കിലും അൽബേനിയ പോകുന്ന ദൂരത്തുനിന്നുണ്ടെങ്കിൽ ട്രെയിൻ നേരത്തെ ബുക്ക് ചെയ്യുക. കാരണം ഒരാഴ്ച മുമ്പ് ബുക്ക് ചെയ്യുമ്പം പ്രൈസ് ഭയങ്കര കൂടുതലായിരിക്കും. എനിക്ക് തന്നെ ഓൾമോസ്റ്റ് £115, അതായത് £115 2 പേർക്കുമായി ന്യൂകാസിലിൽ നിന്ന്. പക്ഷെ നേരത്തെ ബുക്ക് ചെയ്തതിലും ചീപ്പായിരിക്കും. പക്ഷെ നമുക്ക് അവസാനം ചെയ്തതുകൊണ്ട് നമുക്ക് 100 ഇതായി. എന്നാലും ഓഫ്കോഴ്സ് ട്രെയിൻ ടിക്കറ്റിൽ ഇത് ചീപ്പാണ്. ഭയങ്കര ചീപ്പെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് മാക്സിമം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ മിനിമം ഒരു 1 month ബിഫോർ എങ്കിലും എല്ലാം ബുക്ക് ചെയ്ത് വെച്ചാൽ വളരെ നല്ലത്. ഈ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് ചീപ്പായിട്ട് കിട്ടി, കാരണം ഞങ്ങൾ 1 മാസം മുമ്പ് ബുക്ക് ചെയ്തുകൊണ്ട്. പക്ഷെ ട്രെയിൻ ചീപ്പായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ട്രെയിൻ നേരത്തെ ബുക്ക് ചെയ്യുക. ഒരു ചാർട്ടിലാക്കി എഴുതി കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് പോകുന്ന സ്ഥലത്ത് നിന്ന് എയർപോർട്ടിലോട്ട് എങ്ങനെ എത്തും എന്നാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഞങ്ങൾ ട്രെയിനാണ് എടുത്തത്. നിങ്ങൾക്ക് ലണ്ടൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. ട്രെയിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇനി ലണ്ടൻ കിങ് ക്രോസിലോട്ട് ട്രെയിൻ സ്റ്റാർട്ടായി ഗൈസ്. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ. അപ്പോൾ ഇതിനകത്താണ് ഞങ്ങളിപ്പോൾ എത്തിയത്. ഒരാളാണ്ട് പറന്ന് നടക്കുന്നതാണ്. അടുത്ത ട്രെയിൻ തപ്പിപ്പോവാണ് ഗൈസ്. എടിയാ അവിടുന്ന് എങ്ങോട്ടാ? അടുത്ത്
ഗൈസ് ഇനി ഞങ്ങൾക്ക് ട്യൂബ് എടുക്കണം. ഇവിടുന്ന് നമുക്ക് ലണ്ടൻ ട്യൂബ്സിൽ നമ്മൾ അടുത്ത സ്റ്റോപ്പിലോട്ട് പോവാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ലണ്ടൻ ട്യൂബ്സിലെത്തി. അടിപൊളി പാമ്പം കാറ്റാണ്. ഗൈസ് ഞങ്ങളിപ്പോൾ ട്യൂബിൽ എന്താണ് ഉള്ളത്, ഒരു രക്ഷയില്ല. തീ പോലെ പോകും. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്യൂബിൽ കയറുന്നത്. UK വന്നിട്ട് ഇതുവരെ കയറാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ, ന്യൂ കാസ്റ്റലിലെ മെട്രോ പോലൊക്കെ തന്നെ ഉള്ളു. പക്ഷെ കുറച്ച് സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്യൂബിലായിരിക്കുന്നത്. അടുത്ത സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എത്തിയ സ്റ്റേഷനാണ് ടോട്ടൻഹാം ഹോട്ട്സ്പോർ സ്റ്റേഷൻ. ഇവിടുന്നാണ് അത് വേണ്ടായിരുന്നില്ലേ, ജാക്കറ്റ് എടുത്തുകൊണ്ട് വന്നത്. ഇവിടെ നല്ല സമ്മറായിട്ട് വലിയ സീനില്ല കൈസ്. ഇപ്പം നല്ല തണുപ്പ് കുറവാണ്. ഇപ്പം തീ വെക്കാൻ നിൽക്ക് ട്യൂബ് പോകുന്ന കാണാം. നല്ല ഭംഗി പടപടാൻ പോകുന്നത്. എന്നിപ്പോൾ ട്യൂബാ ചേച്ചി ആണോ ഗൈസ്, ട്യൂബ് പോകുന്നതുകൊണ്ടാ. ഗൈസ് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ട്യൂബിൽ കയറുന്നത്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എത്തി കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അടുത്ത സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലോട്ടാണ്, സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലോട്ടാണ് അടുത്ത് പോകുന്നത്. അപ്പം ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവള് ജാക്കറ്റൊക്കെ എടുത്ത് തണുപ്പാണെന്ന് വെച്ചിട്ട്, പക്ഷേ വലിയ തണുപ്പൊന്നും ഇല്ല. സെറ്റ് ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഒടുക്കത്തെ വിശപ്പ് സഹിക്കാൻ വയ്യ. ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ലബനീസിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? ലാം കൊഫ്തയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം രുചിയുണ്ട്. സംഭവം കൊള്ളാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല പുള്ളിങ്ങാണ്. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതിൽ മുക്കി ഇതിനകത്ത് മുക്കിയ മയണൈസിൽ മുക്കെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടാ? അതിനെ കാണുന്നില്ലല്ലോ. ഇറ്റാലിയൻ ലബനീസ് നമ്മളെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലോട് കയറാൻ പോവാണ്. ഇവിടുത്തേക്ക് ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അതിനകത്താണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഗൈസ് ഞങ്ങളങ്ങനെ അൽബേനിയ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ടിറാന എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല ഒടുക്കുന്ന തിരക്കാണ്. നമുക്കിനി ഇവിടുന്ന് നൈസായിട്ടൊരു സിം എടുക്കണം. അപ്പോൾ ഞങ്ങൾ വോഡഫോണിൻ്റെ സിം എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എല്ലായിടത്തും പോകാൻ മറ്റേ ഇത് ആപ്പിൾ മാപ്പ് വേണം. അപ്പൊ അതിന് സിം എടുത്തേ പറ്റൂ, അല്ലാതെ പറ്റില്ല. ഒരാൾ എടുത്തിട്ട് ഒരാൾ വൈഫൈ ഹോട്ട്സ്പോട്ട് ചെയ്യണം. നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഒടുക്കത്തെ റഷാണ് എയർപോർട്ടിൽ നിന്നുള്ളത്. എന്ത് പറഞ്ഞില്ല, വീക്കെൻഡ് ആണ്, സാറ്റർഡേ. ഗൈസ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി. അപ്പം എയർപോർട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ കാറ് ഇവിടെ തന്നെ കൊണ്ടു തന്നു. അപ്പോൾ ഇവിടെ ഒരു ടീമുണ്ട്, അവർ നമുക്ക് കാറ് കൊണ്ട് തിരിച്ചു വണ്ടി എടുത്തിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്ന് 2 hours ഡ്രൈവ് ഉണ്ട് ഞങ്ങൾക്ക് പോകാനുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് നൈസായിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ പരിപാടിയും ചെയ്ത്